ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് അടുക്കളയിലേക്ക് നല്ല ഉപകാരപ്രദമായ ഒരു 5 ടിപ്സുകൾ പറഞ്ഞു തരാനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ പൊട്ടി പോവാറുണ്ട്. അത് എന്നിട്ട് ആകെ വെള്ളത്തിൽ കലങ്ങി പോവും. അതേപോലെ തൊണ്ട് കളയുമ്പോഴായാലും അതുമ്മ തൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. അങ്ങനെയൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു വെള്ളത്തിലേക്ക് മുട്ട ഇട്ടിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ടുള്ള അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഒട്ടും പൊട്ടാണ്ടെയാണ് മുട്ട കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം. തൊണ്ട് കളയുമ്പോഴായാലും തൊണ്ട് അതിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തൊലി കളയാനും പറ്റും. അപ്പോൾ അത് കണ്ടോ, ഒരു തൊലി പോലും അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, മുട്ട പൊട്ടിയിട്ടുമില്ല. പിന്നെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് പപ്പടം വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറേ എണ്ണയൊക്കെ വേണം പപ്പടം പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് എണ്ണയുള്ള സമയത്തൊക്കെ നമുക്ക് പപ്പടം ഇതുപോലെ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ അധികം എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിനും നല്ലത് കുറച്ച് എണ്ണയിലൊക്കെ ആകുമ്പോൾ പിന്നെ ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പപ്പടം എടുത്തൊരു 2-3 പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം ഇതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ ഇതേപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കാണുമ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായാലും ഞാൻ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ കുട്ടികൾക്ക് പപ്പടം വറുത്ത് കൊടുക്കാറ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഒരു പപ്പടമൊക്കെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അത് സ്കൂളിലെത്തുമ്പോഴേക്കും ആകെ പൊടിഞ്ഞു പോകും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാനും നല്ലതാണ്. പിന്നെ അതുപോലെ പഞ്ചസാരയിൽ ഉറുമ്പ് വരണം, അത് മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അപ്പോൾ എന്ത് ചെയ്യുക, 2 കറിയാമ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പച്ചമുളക് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് മേടിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ കുറേ ദിവസം ഇതേപോലെ ഇരിക്കും, ഒരു 2 ആഴ്ചയോളം ഇരിക്കും. പിന്നെ അതേപോലെ മസാലപ്പൊടി, കാപ്പിപ്പൊടി അങ്ങനത്തെ നമ്മളിങ്ങനത്തെ പാക്കറ്റായിട്ട് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചവിടെ വെക്കുമ്പോൾ കാറ്റുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കുകയും കേടായി പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഉപയോഗിക്കുന്ന സേഫ്റ്റി പിന്നാണിത്. സേഫ്റ്റി പിന്നെന്ന് പറഞ്ഞാൽ മക്കനക്കൊക്കെ കുത്തുന്ന സൂചി. ഈ സൂചി നമുക്ക് ഇതിലിങ്ങനെ കവറിങ്ങനെ ചുരുട്ടിയിട്ട് അതിൽ കുത്തി വയ്ക്കാം. അപ്പോൾ കാറ്റ് കിടക്കില്ല, പെട്ടെന്ന് കേടായി പോകുന്നില്ല. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കുറേ കുഞ്ഞുള്ളികളൊക്കെ അതിങ്ങനെ വരുമ്പോൾ നന്നാക്കാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല. കണ്ണിൽ നിന്ന് വെള്ളം വരില്ല, പിന്നെ കുറേ നേരം ഇരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലൊരു 10-15 മിനിറ്റ് ഇട്ട് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് കുറച്ചധികം നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തൊലി കളയാൻ പറ്റും കേട്ടോ. വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ സബോളയൊക്കെ ആണെന്നുണ്ടെങ്കിലും സബോള ഇതേപോലെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നടു കീറിയിട്ട് കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളവും വരില്ല, നമുക്ക് അരിഞ്ഞെടുക്കാനും സുഖമാണ്. അപ്പം ഞാൻ ഇതേപോലെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, എത്ര ചെറിയ ഉള്ളിയാണ് കണ്ടോ, എത്ര പെട്ടെന്നാണ് ചെയ്തെടുത്തേന്ന്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കളറ് വരാറുണ്ട് അടിഭാഗമൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഗ്യാസ് മേലായ കാരണം അധികമൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ അടുപ്പിൽ വയ്ക്കുക, പിന്നെ ചില ഗ്യാസ് അടുപ്പുമ്പോഴൊക്കെ ഇങ്ങനെ കറുപ്പ് കരി വരാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ അടുപ്പൊക്കെ ആകുമ്പോൾ നമുക്കിത് ചെയ്യാൻ നല്ലൊരു ഇതാട്ടോ. എന്നാലും കുറച്ചൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഞാൻ തേച്ച് കൊടുക്കുന്നത് നമ്മൾ പല്ലേക്ക് എടുക്കണ പേസ്റ്റാണ് കേട്ടോ. അത് നല്ലോണം തേച്ച് കൊടുത്തതിന് ശേഷം നല്ല പ്ലാസ്റ്റിക് കവറ്, നല്ല ഒരെയുള്ള സൈസ് പ്ലാസ്റ്റിക് കവറിൽ നമ്മളിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാകുന്ന സൈസ്, അങ്ങനത്തെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഉരച്ച് കൊടുത്തിട്ടോ. നല്ലോണം ഉരച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വിനാഗിരിയാണ്. ആ വിനാഗിരിയും കൂടി വെച്ച് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കളയാം. അപ്പോൾ ഇതുകൊണ്ട് ഉരയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോറലൊന്നും വരില്ല. നമ്മൾ സ്ക്രബ്ബറോ അല്ലെങ്കിൽ കമ്പിയൊക്കെ വെച്ച് ഉരയ്ക്കുമ്പോൾ അതിലുമ്പോൾ കുക്കറിൽ ഇങ്ങനെ കോറൽ വരും അടിഭാഗത്ത്. ഇതിപ്പോൾ അതൊന്നുമില്ല കേട്ടോ. നല്ല പോലെ തന്നെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് നനഞ്ഞ തുണി വെച്ച് തുടച്ച് കാണിച്ചു തരാം കേട്ടോ. തുടച്ച് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആദ്യം കുക്കർ എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്, അപ്പോൾ ഇത് ചെയ്തതിൻ്റെ ശേഷം എങ്ങനെയാണുള്ളതെന്ന്. നല്ല കാണുമ്പോൾ തന്നെ നല്ല മിനുസും ഉണ്ട്, ഒരു കോറൽ പോലും ഇല്ല കേട്ടോ ഇതിൽ.
അപ്പോൾ ഞാൻ ഇടുന്ന ഈ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.